കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 21 നമ്മൾ ശ്ലോകം 18 ചെയ്തു. അപ്പോൾ പിന്നെ പറ്റുന്നത്ര നമ്മൾ നിവൃത്തിമാർഗത്തിലേക്ക് വരികയാണോ വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയുകയാണ് അടുത്ത 3 ശ്ലോകത്തിലാണ് തോന്നുന്നുണ്ട്, പ്രവൃത്തിമാർഗം, അതായത് ഈ ഭൗതിക മാർഗത്തിൽ പുരോഗമിക്കുന്നത് എത്രമാത്രം അനർത്ഥമാണ്, അല്ലെങ്കിൽ നമുക്ക് ദുഃഖത്തിന് വഴിതെളിയിക്കുന്നതാണ്. ഈ പ്രവൃത്തി മാർഗത്തിൽ വല്ലാതെ വ്യാപൃതരായാൽ അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കും, അല്ലെങ്കിൽ അനർത്ഥം ഉണ്ടാക്കും എന്ന് പറയുകയാണ് ഈ അടുത്ത 3 ശ്ലോകത്തിൽ കേട്ടോ, 3-4 ശ്ലോകത്തിൽ. അപ്പോൾ നോക്കാം. 19 വിഷയേഷു ഗുണാധ്യാസാദ് പുംസസംഗസ്തതോ ഭവേത് സംഗത്തേത്ര ഭവേത് കാമാദേവ കലിർനൃണാം. ഈ ഗീതയിൽ പറയണ പോലെ തന്നെ പറയാണ് കേട്ടോ, അതിൽ വേറെ വാക്കുകൾ ഉപയോഗിച്ചില്ല. വിഷയേഷു വിഷയങ്ങളിൽ ഗുണാധ്യാസാദ്, അതായത് ഗുണങ്ങൾ ഇരിക്കുന്നതായി, അതായത് വിഷയങ്ങൾ വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്നത് ഗുണമാണെന്ന് വിചാരിച്ചാൽ പുംസ, അങ്ങനത്തെ പുരുഷന് വിഷയഭോഗങ്ങൾ നമുക്ക് നല്ല രസമാണ്, അതിൻ്റെ അനർത്ഥം ആലോചിക്കാതെ വിഷയഭോഗങ്ങൾ അനുഭവിക്കുക തന്നെയാണ് രസം, അല്ലെങ്കിൽ അതാണ് ഗുണം എന്ന് വിചാരിക്കുന്ന ഒരു പുരുഷന്, പുരുഷന് തഥാ അവകളിൽ സംഘഭേദ, ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ അതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാവും വിഷയസുഖങ്ങളോട്. സംഘാത്, അങ്ങനെ വിഷയസുഖങ്ങളോട് ഇഷ്ടം വരുമ്പോൾ, സംഘം വരുമ്പോൾ തത്ര അവയിൽ കാമഹ ഭവേത്, ആഗ്രഹമുണ്ടാവുന്നു അല്ലേ. അത് വിഷയസുഖങ്ങൾ നന്നെന്ന് തോന്നുകയാണെങ്കിൽ അതിനോട് ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് പിന്നെ കാമാത് ഏവ, ആ അത്യാഗ്രഹം കാരണം മനുഷ്യന്മാർക്ക് കലഹം ഉണ്ടാവുന്നു. അതായത് ഒരു നീരസം, മത്സരം, അങ്ങനത്തെ ഒക്കെ ഭാവങ്ങളുണ്ടാവും. ആദ്യം എന്താ പറയുക വെച്ചാൽ, വിഷയങ്ങളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായാൽ നമ്മുടെ ആ വിഷയസുഖം അനുഭവിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും. ആ ആഗ്രഹം വർദ്ധിക്കുമ്പോൾ കലഹം ഉണ്ടാവും. ഇനി കലഹത്തിൽ നിന്ന് ക്രോധം എന്നൊക്കെ പറയുകയാണ് കേട്ടോ, കണ്ടോളൂ. 20 വിഷയേഷു ഗുണാധ്യാസാൽ പുംസസംഗസ്തതോ ഭവേത് സംഗതത്ര ഭവേത് കാമാദേവ കലിർനൃണാം. 3 ശ്ലോകം കൂടി ഒന്നിച്ച് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കലേർ ദുർവിഷഃ ക്രോധസ്തമസ്തമനുവർത്തതേ തമസാ ഗ്രസ്യതേ പുംസശ്ചേതനാ വ്യാപിനി ദ്രുതം. 20 എന്താണ്? ഇങ്ങനെ കലഹം ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. വിഷയസുഖങ്ങളിൽ ആഗ്രഹം കൂടുമ്പോൾ കലഹം ഉണ്ടാവും. കലഹത്തിൽ നിന്ന് ദുർവിഷയ ക്രോധ, സഹിക്കാൻ പാടില്ലാത്ത ദുർവിഷ ക്രോധം, അതായത് സഹിക്കാൻ പാടില്ലാത്ത അത്ര ദേഷ്യം ഉണ്ടാവും. എന്താ വെച്ചാൽ ആ ആഗ്രഹം സാധിക്കാണ്ടിരിക്കുമ്പോഴേ, ആ ആഗ്രഹത്തിനൊരു തടസ്സം വരുമ്പോൾ ക്രോധം, ദേഷ്യം. ആ ദേഷ്യത്തിനെ തമഹ അനുവർത്തതേ, അജ്ഞാനം, അതായത് തമസ്, മനസ്സ് മോഹിതമാവുന്നു, അജ്ഞാനം വരുന്നു. തമസ, അങ്ങനെയുള്ള അജ്ഞാനം കൊണ്ട് പുംസ, മനുഷ്യൻ്റെ വ്യാപിനി ചേതന, അപ്പോൾ വിവേകം നഷ്ടപ്പെടുന്നു. ചേതന പറഞ്ഞപ്പോൾ വിവേകം എന്നാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ അജ്ഞാനത്തിന് അധീനനായിട്ട്, അതായത് മോഹിതനായിട്ട് വിവേകം നഷ്ടപ്പെടുന്നു. വ്യാപിനി ചേതന ദ്രുതം ഗ്രസ്യതേ, എന്നിട്ട് അത് വിവേകവും നഷ്ടപ്പെടുന്നു എന്ന്. അതായത് ആദ്യം പറഞ്ഞു വിഷയസുഖങ്ങളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ, ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ കലഹത്തിൽ നിന്ന് ക്രോധം, വല്ലാത്ത സംഘം കൊണ്ടേ ക്രോധത്തിൽ നിന്ന് തമസ്, മീൻസ് അജ്ഞാനം കൊണ്ടുള്ള ക്രോധം കൊണ്ട് നമ്മളെന്താ ചെയ്യണതെന്ന് അറിയേണ്ടി വരും. അപ്പം അങ്ങനെ വിവേകം നഷ്ടപ്പെടുന്നതാണ് പറഞ്ഞത്. തമസാഗ്രസ്യത, തമസ് നിറയും, അപ്പോൾ പെട്ടെന്ന് വിവേകം നഷ്ടപ്പെടും. എന്നിട്ടോ കലേർ ദുർവിഷഃ ക്രോധസ്തമസ്തമനുവർത്തതേ തമസാഗ്രസ്യതേ പുംസശ്ചേതന വ്യാപിനി ദ്രുതം. 21 തയാ വിരഹിത സാധോ ജന്തുഃ ശൂന്യായ കൽപ്പതേ തതോസ്യ സ്വാർത്ഥവിഭ്രംശോ മൂർച്ഛിതസ്യ മൃതസ്യ ച. എന്നിട്ടോ ഹേ സാധോ വിളിക്കുകയാണ്,
തയോ വിരഹിത, ആ വിവേകമില്ലാത്ത ജന്തു, ഒരു മനുഷ്യനെന്നും കൂടി പറയാൻ വയ്യ, ജന്തു എന്നേ പറയൂ. വിവേകം നഷ്ടപ്പെട്ടാൽ പിന്നെ ജന്തുക്കളെ പോലെയല്ലേ. നമുക്ക് വിശേഷബുദ്ധി ഉണ്ട്, ആ വിശേഷബുദ്ധി ഉപയോഗിക്കാതിരിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ നമ്മൾ ജന്തുക്കളെ പോലെയാണ്. യു ലിവ് ബൈ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ. അതാണ് ജന്തു എന്നാണ് നമ്മൾ പറയണത് വ്യാസഭഗവാനി. അങ്ങനെ വിവേകം നഷ്ടപ്പെടുത്ത ജന്തുവായിട്ടുള്ള മനുഷ്യൻ ശൂന്യായ കൽപ്പതെ, മരിച്ചു പോയവന് തുല്യമായി തീരുന്നു എന്ന്, ജഡമാവുന്നു. അതായത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നതാവും അയാളെന്ന്. തഥ ആയതിനാൽ മൂർച്ഛിതസ്യ മീൻസ് മോഹം പ്രാപിച്ച മൃതസ്യഞ്ചസ്യ മരിച്ചവന് സദൃശനായ ഇവന്, മൃതസ്യ അസ്യ മരിച്ചവന് സദൃശനായ ഇവന്, അതായത് മോഹിതനായിട്ടുള്ള ആള് ശരിക്കും മരിച്ചവനെ പോലെ സ്വർത്ഥ വിഭ്രംശാച്ച, പുരുഷാർത്ഥങ്ങൾ ഇല്ലാതായിത്തീരുന്നു, ഒന്നും നിശ്ചല്യേണ്ട അയാൾക്ക് തീരും. അയാൾക്ക് അതാണതിൽ പറഞ്ഞ, ഇങ്ങനെ വിവേകം നഷ്ടപ്പെടുമ്പോൾ അയാളൊരു ജന്തുക്കളെ പോലെ ആവും. വിശേഷബുദ്ധിയിലെ വിവേകം തീരെ നശിച്ചിട്ട് എന്നിട്ട് ശരിക്കും പിന്നെ മരിച്ചു പോയ ഒരാളെ പോലെ മരിച്ചു പോയവന് സദൃശനാവുന്ന അതെ. എന്നിട്ടോ ഈ പിന്നെ എന്താണ് പുരുഷാർത്ഥങ്ങളൊന്നും തനിക്ക് നേടേണ്ടത് എന്താണെന്നതിനെ പറ്റിയിട്ടൊക്കെ യാതൊരു അറിവില്ലാണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഒന്ന് അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം വെച്ചാൽ, ഈ വിഷയങ്ങളിൽ ഭയങ്കര ആഗ്രഹം വരുമ്പോൾ അതിൽ ആസക്തി ഉണ്ടാവും. ആസക്തി കൊണ്ടാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിന് എന്തെങ്കിലും വിഘ്നം വരുമ്പോൾ കലഹത്തിൽ നിന്ന് ക്രോധം, എന്നിട്ട് ബുദ്ധി തമോമയമാകുന്നു ബുദ്ധി. അതോടെ വിവേകം നശിച്ചു. വിവേകം നശിച്ച ആളെ ശരിക്കും തന്നെ മരിച്ച ഒരാളെ പോലെയാണ് വെച്ചാൽ, അവൻ ശരിക്കും പറയുക വെച്ചാൽ ഒന്നിനും കൊള്ളാത്ത ഒരു മൃതതുല്യനാവും. അവന് പുരുഷാർത്ഥങ്ങൾ ഒന്നും തന്നെ നേടാൻ കഴിയില്ല. പുരുഷാർത്ഥങ്ങൾ എന്താണെന്ന് പോലും ചിന്തിക്കാൻ അറിയില്ല. പിന്നെ വേണ്ട നേടാൻ, പുരുഷാർത്ഥങ്ങളെ നേടാൻ കഴിയാത്ത ഒരാളായിത്തീരും. അപ്പോൾ അങ്ങനെ വിഷയങ്ങളിലുള്ള അത്യാസക്തി കൊണ്ട് അവന് ശരിക്കും ഞാൻ ആത്മാവാണോ, ഞാൻ ഈ ശരീരമാണോ, അതൊന്നും ആലോചിക്കാൻ തന്നെയുള്ള വിവേകം ഇല്ലാണ്ടാവുമെന്നാണ് ഈ മൂന്നെണ്ണത്തിൽ പറഞ്ഞത്. എല്ലാം സ്റ്റാർട്ടിങ് ഫ്രം വിഷയത്തിലുള്ള ആഗ്രഹം. വിഷയസുഖങ്ങൾ ഉള്ള ആഗ്രഹം വർദ്ധിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അവസാനം ഒന്നിനും കൊള്ളാത്തവനായിത്തീരും, മീൻസ് മൃതതുല്യനാവും. അത്ര വിവേകം നഷ്ടപ്പെട്ട് തമസ്സിനാൽ മൂടപ്പെട്ട മനസ്സോടു കൂടിയിരിക്കും. വല്ലാതെ വിഷയസുഖത്തിൻ്റെ പിന്നാലെ പോയാലത്തെ അനർത്ഥമാണ് ഇതിൽ മൂന്നെണ്ണത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവസാനം 21 വായിച്ചിട്ട് 22 ചെയ്യാം. ഞാൻ എങ്ങനെയാണ് മൃത്യുതുല്യനാവണമെന്നൊക്കെ 22 പറയണ്ടേ. തയാ വിരഹിത സാധോ ജന്തുശൂന്യായ കൽപ്പതേ തതോസ്യ സ്വാർത്ഥ വിഭ്രംശോ മൂർച്ഛിതസ്യ മൃതസ്യ ച. സ്വന്തം ധർമാർത്ഥ കാമമോക്ഷത്തിനെ പറ്റിയൊന്നും ഒരു ബോധമില്ലാതെയാവും. എന്നിട്ട് പിന്നെ പറയുകയാണ് എങ്ങനെയാണ് മൃത്യുതുല്യനാവണമെന്നുണ്ടോ. വിഷയാഭിനിവേശേന നാത്മാനം വേദനാപരം ജീവികയാ ജീവൻ വ്യർത്ഥം ഫൽ ശ്രേവയശ്വസൻ. അതാണ് പറഞ്ഞത്. എന്താ അറിയോ, വിഷയാഭിനിവേശേന, വിഷയങ്ങളിലുള്ള തീവ്രമായ ആഗ്രഹത്താൽ യഹ ഏതൊരുവൻ ആത്മാനം തന്നെ ന വേദ അറിയുന്നില്ലയോ, ഞാൻ ഈ ശരീരമാണെന്ന് അല്ലാത്തൊരു വിചാരം തന്നെ അയാൾക്കില്ല. ശരീരമാണെന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അപരം അന്യനെയും അറിയുന്നില്ലയോ. അവനവനെ അറിയില്ല, ബാക്കിയുള്ളവരെ അറിയില്ല. വ്യർത്ഥം വൃക്ഷജീവകയാ, സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടല്ലാതെ സ്വാർത്ഥം ഇല്ലാതെ ജലം മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന മരം പോലെ ജീവൻ ജീവിക്കുന്നു. മീൻസ് മരത്തിനെ പോലെ ഒരു മൃതതുല്യനായിട്ട് ജീവിക്കുന്നു. ഭസ്ത്ര ഇവ, അതായത് ഈ എന്താ പറയുക, നമ്മൾ ഈ ബ്ലാക്ക് സ്മിത്തൊക്കെ, അതായത് കരുവാനൊക്കെ ഇങ്ങനെ ഊതാനും ഉപയോഗിക്കില്ലേ. അപ്പോൾ അതിങ്ങനെ പൊങ്ങുക താഴുക, കാറ്റകത്തേക്ക് പോകുമ്പോൾ ആ ഉല എന്നൊറ്റ പറയും, ഉല എന്നാ പറയുക. ആ ഉല കാറ്റ് ഊതുമ്പോൾ വലുതാവും, അത് കഴിഞ്ഞാൽ ചെറുതാവും. അതുപോലെ
ഒരു ഉല പോലെ വൃഥാ ശ്വാസം വലിക്കുന്ന ഒരു ശരീരമായി തീരും എന്നാണ് പറഞ്ഞത്. അതായത് അത്ര മൃതതുല്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ യാതൊരു ബോധമില്ലാത്ത ആളാവുന്നതാണ്. അതാണ് എന്താ പറഞ്ഞാൽ, ഏതൊരാളാണ് ആഹാരം കഴിച്ച് വൃക്ഷങ്ങളെപ്പോലെ ജീവിക്കണത്, വേറൊന്നും അറിയാതെ വെറും ഒരു ഉല പോലെ ശ്വസിക്കുക, അവൻ വിഷയങ്ങളിലുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്താൽ തന്നെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ ഒന്നും അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് ശരിക്ക് അവൻ ഒരു മൃതതുല്യൻ തന്നെയാണ് എന്ന് പറയുകയാണ് അതിൽ. എങ്ങനെ മൃതതുല്യൻ എന്ന് പറയണത് എന്താ വെച്ചാൽ, അതാണ് പറഞ്ഞത്, അവൻ ശരിക്കും പറയാച്ച ഈ വിഷയങ്ങളിലുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഒരാൾക്ക് തന്നെയും ഒരു മൃതശരീരത്തിന് തിരിച്ചറിയാൻ പോലും ശക്തിയില്ലാത്ത അത്ര മോശമാവുണ്ട്. എന്നിട്ട് അവൻ ഒരു ഉല പോലെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് പിന്നെയോ മരങ്ങളെപ്പോലെ ജലം മാത്രം കുടിച്ച് അതുപോലെ ഭക്ഷണം മാത്രം കഴിച്ച് ഈ ദേഹത്തിനെ പോറ്റിക്കൊണ്ട് വ്യർത്ഥമായി ജീവിക്കുന്നു. പറഞ്ഞാൽ ശരിക്കും ഒരു മൃതതുല്യനായിട്ട് ജീവിക്കണമെന്ന് മാത്രം. ശ്വാസം വലിക്കണ്ട, അത്ര മാത്രമേ ഉള്ളൂ. ശ്വാസം വലിക്കണ്ടെന്ന് ഒഴിച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു വിശേഷമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് അയാൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ മൃതതുല്യനുള്ള അർത്ഥം അതാണ് പറയണത്. ഇനി അത് വായിക്കാട്ടോ. 22 വായിച്ചിട്ട് പിന്നെ ഞാൻ 23 വിഷയാഭിനിവേശേന ആത്മാനം വരെ എവിടെ വിഷയാഭിനിവേശേന ആത്മാനം വേദനാപരം വൃക്ഷജീവികയ, വൃക്ഷത്തിനെ പോലെ ജീവൻ വ്യർത്ഥം ഭൽശ്രേവയശ്വസൻ, അല്ലെങ്കിൽ ഉല പോലെ ശ്വാസം മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല അങ്ങനെ. ഇനി 23 പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സ്വർഗം കിട്ടുന്ന വേണമെങ്കിൽ പറയാം. അതായത് വേദങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, യാഗങ്ങളൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുന്ന, അത് ഇതുപോലെ വെച്ചാൽ ശരിക്കും ഫലം ഒരു എന്താണ് ഫലശ്രുതി കൊണ്ട് വല്ലവരും ആ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് കുറച്ച് ചെയ്യാൻ തുടങ്ങിയെങ്കിലും ചെയ്യട്ടെ. ചിലപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ മരുന്ന് കഴിച്ചു വെച്ചാൽ പഞ്ചാര തരാമെന്നോ മിഠായി തരാമെന്നോ പറയണ പോലെയാണ് വേദങ്ങൾ ഈ യാഗങ്ങളൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറയണത്. ആ വഴിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്നും അതന്നെ ചെയ്തുകൊണ്ട് ഫലാപേക്ഷയോടുകൂടി ജീവിച്ചാൽ മതി വിചാരിച്ചിട്ടല്ല. ഫലം നരാം എന്ന് പറഞ്ഞാലെങ്കിലും ചിലർ ആ നിവൃത്തി മാർഗത്തിലേക്ക് വന്നു വെച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബോധ്യവും കർമ്മം കൊണ്ട് ചെയ്ത് കിട്ടുന്ന ഫലങ്ങളൊന്നും പെർമനൻ്റ് അല്ല, സ്ഥിരമല്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ നിവൃത്തി മാർഗത്തിൽ ശരിക്കും ഫലാപേക്ഷ കൂടാതെ കർമ്മങ്ങൾ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്തടങ്ങും. അങ്ങനെ അവർക്ക് അങ്ങനെ വിചാരിച്ചിട്ടാണ് വേദങ്ങൾ അങ്ങനെ പറയണത്. അല്ലാതെ കർമ്മം ചെയ്ത് ഫലം കിട്ടിയിട്ടുള്ള സുഖമൊന്നും ശാശ്വതമായിട്ടില്ല. പിന്നെ അതാണ് പറയണത്. അതായത് പ്രവൃത്തി മാർഗത്തിൽ ജീവിക്കുന്നവന് സ്വർഗാദി ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറുതെ മോഹിപ്പിക്കാൻ പറയണം ആ മാർഗത്തിലേക്ക് വരാൻ. കുട്ടികൾക്ക് മിഠായി തരാമെന്ന് പറഞ്ഞ് മരുന്ന് കുടിപ്പിക്കണ പോലെ ഉള്ളൂ എന്ന് ഇനി അതിലേക്ക് വരും കേട്ടോ. 23 ഫലശ്രുതിരിയം നൃണാം നശ്രേയോ രോചനം പരം ശ്രേയോ വിവീക്ഷയാ പ്രോക്തം യഥാ ഭൈഷജ്യരോചനം. അതന്നെ പറയണ്ട. നോക്കൂ, ഇയം ഫലശ്രുതി, ഈ സ്വർഗം കിട്ടുന്നൊക്കെ ഉള്ള ഫലം പറയണതുണ്ടല്ലോ, അത് നൃണം മനുഷ്യന്മാർക്ക് ശ്രേയ എന്ന, അതായത് ശരിക്കുള്ള പുരുഷാർത്ഥം കിട്ടാൻ മോക്ഷത്തിലേക്ക് എത്താൻ സഹായിച്ചിട്ടല്ല. ശ്രേയോ വിവക്ഷയ, മോക്ഷത്തിന് പറയാൻ വേണ്ടിയിട്ട് ഭൈഷജ്യ രോചനം യഥ, അതായത് മരുന്നിന് സ്വാദുണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും തരാമെന്നോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ നിനക്ക് നല്ലത് വരുന്നോ പറഞ്ഞിട്ട് കഴിപ്പിക്കില്ലേ, അല്ലെങ്കിൽ മിഠായി തരാമെന്നോ പിന്നെ കഴിപ്പിക്കണ പോലെ പരം രോചനം കർമ്മങ്ങളിൽ പ്രവൃത്തി ഉണ്ടാക്കുവാനായിട്ട് വളരെ പ്രശംസിച്ച് പ്രോക്തം പറയണതാണെന്ന്. എന്താണ് പറയണ വെച്ചാൽ, ഇത് എന്തിനാ വെച്ചാൽ ഭയങ്കര ഒന്നും ചെയ്യാതെ അലസനായിട്ടിരിക്കുന്ന ആൾക്കാരെ, ഈ തമോ ഗുണം പ്രധാനികളായിട്ടുള്ള ആൾക്കാരെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി പറയണതാണ് എന്ത്, ഇത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടും, ഇത് ചെയ്താൽ ഇത് കിട്ടുന്നൊക്കെ. ഏതുപോലെ മിഠായി തരാമെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയാണ്
പരമമായ ശ്രേയസ്സായിട്ടുള്ള മോക്ഷത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവരെ തമോ ഗുണത്തിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് വേദങ്ങൾ. അതിനു വേണ്ടി പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് അതിലേക്ക് വരാനായിട്ട്. അപ്പം മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് കഴിച്ചാൽ തരാമെന്ന് പറയുമ്പോൾ അത് കഴിക്കാൻ കൂട്ടാക്കൂലോ കയ്പുള്ളതാണെങ്കിൽ. അതുപോലെ തമസ്സിൽ ആണ്ട് കിടക്കുന്ന ഒരാളെ കുറച്ച് കർമ്മങ്ങൾ ചെയ്യിക്കുക. രജോ ഗുണം കർമ്മമാണ്. രജോ ഗുണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് പതുക്കെ സത്വഗുണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന സത്വഗുണത്തിനും അതീതമായിട്ട് പോയിട്ട് മോക്ഷം കിട്ടാം എന്ന് വിചാരിച്ചിട്ട് ആണത് പറയണതെന്ന് പറയാണ്. അതായത് ഒന്നും ചെയ്യാത്തവരെ, തമോ ഗുണപ്രധാനികൾ ഒന്നും ചെയ്യാതിരിക്കുന്നവരെ കുറച്ചെങ്കിലും രജോ ഗുണപ്രധാനികളാക്കി കുറച്ച് കർമ്മം ചെയ്യിച്ച് അങ്ങനെ അവരെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരാച്ചിട്ടാണ് വേദങ്ങൾ കർമ്മം ചെയ്താൽ സ്വർഗം കിട്ടുമെന്നൊക്കെ പറയണതേ. കുട്ടികൾക്ക് കേൾക്കണ്ട അല്ലെങ്കിൽ മിഠായി കൊടുക്കണ പോലെയുള്ളൂ. ഫലശ്രുതിരിയം നൃണാം നശ്രേയോ രോചനം പരം ശ്രേയോ വിവക്ഷയാ പ്രോക്തം യഥാ ഭൈഷജ്യരോചനം. ഇനി 24ഉം 25ഉം ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഉത്പത്യൈവ ഹി കാമേഷു പ്രാണേഷു സ്വജനേഷു ച ആസക്തമനസോ മർത്യ ആത്മനോനർത്ഥഹേതുഷു ന താൻ അവിദുഷ സ്വാർത്ഥം ഭ്രാമ്യതോ വൃജിനാധ്വനി കഥം യുഞ്ജ്യാത് പുനസ്തേഷു താം സ്തമോ വിശതോ ബുധ. എന്താണ്? മർത്യാഹ ആത്മനഃ അനർത്ഥഹേതുഷു. മനുഷ്യർ അവർക്ക് തങ്ങൾക്ക് അനർത്ഥഹേതു അനർത്ഥം നൽകുന്ന കാമേഷു പ്രാണേഷു സ്വജനേഷു ച ഉത്പത്യൈവ. അതായത് എല്ലാ വിഷയങ്ങളിലും ആയുസ്, ബലം, വീര്യം മുതലായവയിലും ആസക്തമനഃ ഭവന്തി എന്ന് പറയാം. അതായത് സ്വന്തം ആൾക്കാരിലും ആയുസ്, ബലം, വീര്യം ഇതിലൊക്കെ സാധാരണ സ്വാഭാവികമായിട്ട് അത്യാസക്തരാവൂലോ ആൾക്കാരല്ലേ. സാധാരണ നിലയ്ക്ക് നാച്ചുറലായിട്ട് മനുഷ്യന്മാർ ഇതിലും ആയുസ്സും ബലവും വീര്യവും ഉണ്ടാവാനും സ്വന്തം ആൾക്കാർക്ക് നല്ലത് വരാനും ഒക്കെ സ്വാഭാവികമായിട്ട് ആസക്തി എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജീവികൾക്കും. സ്വാർത്ഥം അവിദുഷ നതാൻ വൃജിനധ്വനി. അതായത് അത് സുഖം അറിയാത്തവരും അവിദുഷ അതറിയാത്തവരും സ്വാർത്ഥം അതായത് സുഖം എന്താണെന്ന് അറിയാത്തവരും അവിദുഷ പറഞ്ഞുവരിക. നതാൻ വൃജിനധ്വനി. വേദം പറയുന്നത് ശ്രേയസ്കരമാണെന്ന് ഭ്രാമ്യത വിശ്വസിക്കുന്നവരും തമോ വിശതശ്ച താൻ ബുധ കഥം തേഷു യുജ്യാത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരത്തിൽ ഭ്രമിക്കുന്നവർ ഈ ഭയങ്കര തപസ്സിനെ പ്രാപിക്കുന്നു. തമസ്സാണ് അവരുടെ. അങ്ങനത്തെ ആളുകളെ വേദം അങ്ങനെ തമോ ഗുണപ്രധാനികളെ വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് എങ്ങനെ നിവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാൻ പറയണത്. അല്ലാതെ വേദം കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വെറുതെ തമോ ഗുണപ്രധാനികളെ ഒന്ന് തിരിച്ചു വിടാൻ വേണ്ടി മാത്രമാണെന്നാണ് പറയണത്. ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ സത്കർമ്മങ്ങളിൽ നല്ല സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം ജനിപ്പിച്ചിട്ട് മോക്ഷമാർഗം തന്നെ ഉപദേശിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വേദങ്ങൾ ഫലശ്രുതിയൊക്കെ പറയണതെന്ന് പറയാണ്. അവർക്ക് സൽക്കർമ്മങ്ങളിൽ കുറച്ചെങ്കിലും അഭിരുചി ഉണ്ടാവട്ടെ വെച്ചിട്ടാണ് ഫലശ്രുതി പറയണത് വേദങ്ങൾ. അല്ലാതെ ഫലശ്രുതി സ്വർഗമൊന്നും പരമശ്രേയസ്സൊന്നും അല്ല. അത് പറഞ്ഞുവല്ലോ, കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണേ. സാധാരണ നിലയ്ക്ക് ജന്മനാൽ മനുഷ്യരൊക്കെ സുഖങ്ങളിലും ഇന്ദ്രിയ സുഖങ്ങളിലും ഒക്കെ നാച്ചുറലായിട്ട് നമുക്കൊരു ആസക്തി ഉണ്ട്.
ജന്മനാൽ എല്ലാ മനുഷ്യർക്കും നമുക്ക് നല്ലതല്ലെങ്കിൽ നമുക്ക് ദുഃഖഹേതുക്കളായിട്ടുള്ള വിഷയങ്ങളിലും ഇന്ദ്രിയാദികളിലൊക്കെ സ്വന്തം ആൾക്കാർ അവനവൻ്റെ അഹന്തയും മമതയൊക്കെ ജന്മനാൽ ഒരു ആസക്തിയുണ്ട്. അതായത് പരമശ്രേയസ് എന്താണെന്ന് അറിയാത്തവരും ഇതുപോലെ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോണവരും അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവരൊക്കെ തമസ്സിലങ്ങട് മുങ്ങും. അങ്ങനെയുള്ള ആളുകൾ ഭഗവാനെ ശരണം പ്രാപിച്ച് ശ്രേയോമാർഗം ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു വേദത്തിനെ അവർ സമീപിക്കുമ്പോൾ വേദത്തിൽ ഇതുപോലെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ കർമ്മമാർഗത്തിലേക്ക് തന്നെ അവരെ തള്ളിവിടുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ അങ്ങനെയല്ല. അത് ഈ നമ്മൾ ഉപദേശം തേടാൻ പോണവർക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ് അവർ പിന്നെ ഈ വേദത്തിൻ്റെ പൊരുൾ പറയില്ല. ഈ ഫലശ്രുതി മാത്രം പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കും. അപ്പോൾ അവർക്ക് അതിൽ കൂടുതലൊന്നും അറിയൂല്ല. അതാണെന്നിൽ പറയണത്. എന്താ അറിയോ, ഈ പരമാർത്ഥം ശരിക്ക് വേദത്തിൻ്റെ പരമാർത്ഥം അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വേണം ഈ തമസ്സിന് രക്ഷപ്പെടാൻ എന്താണെന്ന് ചോദിക്കാനേ. കാരണം വേദം പറയണമെന്നില്ല കർമ്മം ചെയ്താൽ ശ്രേയസ്കരാന്ന്. അത് വെറുതെ അവരെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അല്ലാതെ ഈ കർമ്മങ്ങളെ പിന്നെയും 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 ചെയ്യിപ്പിച്ച് ഈ ജനനമരണ ചക്രത്തിൽ, അതായത് ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്ത് ജനനമരണ ചക്രത്തിൽ സ്വർഗത്ത് പോയാലും തിരിച്ചു വരണമല്ലോ. അപ്പോൾ ഇങ്ങനെ ജനനമരണ ചക്രം ചുറ്റിക്കാനല്ല വേദം ഒരിക്കലും ഇത് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ പിന്നെ എന്താണ് ശരിക്കുള്ളത് ഇതെന്ന് അറിയാത്തവരെ വേദം പറയണത് മുഴുവനെ വിശ്വസിച്ചിട്ട് സംസാരത്തിൽ ഭ്രമിച്ചിട്ട് വേദത്തിൻ്റെ പൊരുൾ മനസ്സിലാവാതെ നമ്മളെ നിവൃത്തി മാർഗത്തിൽ കൊണ്ടുവരാനാണ് എന്ന് മനസ്സിലാവാതെ സംസാരത്തിൽ ഭ്രമിച്ച് പരമാർത്ഥം അറിയുന്ന ആ വേദം പിന്നെയും അവരെ ഫലാപേക്ഷയോടുള്ള കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുകയല്ല. ശരിക്ക് അതിന്ന് നിവൃത്തി നേടാനാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നിവൃത്തിയില്ല. അല്ലാതെ ഇപ്പോൾ ഒരിക്കലും വേദം നിവൃത്തി മാർഗത്തിലേക്ക് വരാനല്ലാതെ ഒരിത് പറയൂ. അങ്ങനെയാണെങ്കിൽ വേദം വിശ്വസിക്കാൻ വയ്യ എന്നുള്ളൊരിത് വരില്ലേ. കർമ്മം ചെയ്ത് പ്രാചീന ബർഹിസിനെ പോലെ ഭൂമി മുഴുവൻ ദർഭപ്പുല്ല് വിരിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പക്ഷെ അങ്ങനെ ബർഹിസ് പോലെ ഒരു അറിയാത്ത ആളായിപ്പോയി. പക്ഷെ നാരദ ഉപദേശിച്ചപ്പോൾ മനസ്സിലായി അല്ലേ. അപ്പോൾ വേദം അങ്ങനെ പ്രവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഈ വേദത്തിനെ മനസ്സിലാക്കാത്ത മീമാംസകന്മാരൊക്കെ വേദവാക്യങ്ങളൊക്കെ സ്വർഗം ലഭിക്കാനുള്ളതാണെന്ന് പറയുകയാണ്. അത് ശരിക്കും അറിയാഞ്ഞിട്ട് പറയുകയാണെന്ന് ഞാൻ അടുത്തതിൽ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അടുത്തതിൽ പറയുന്നത്. അതായത് മീമാംസകന്മാരൊക്കെ വേദം സ്വർഗപരാണെന്ന് പറയുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അടുത്തതിൽ. അപ്പോൾ 24 ദിവസം 26 കൂടിയും ചെയ്യാം. ഉത്പത്യൈവ ഹി കാമേഷു പ്രാണേഷു സ്വജനേഷു ച ആസക്തമനസോമർത്യ ആത്മനോ അനർത്ഥഹേതുഷു നതാനവിദുഷ സ്വാർത്ഥം ഭ്രാമ്യതോ വൃജിനാധ്വനി കഥം യുഞ്ജ്യാത്. അങ്ങനെ പറയൂ വേദങ്ങളില്ല. പുനസ്തേഷു താംസ്തമോ വിശദോ ബുധ. അങ്ങനെ തമോ ഗുണത്തിൽ പെട്ടുവീഴുന്നവരെ ആദ്യ തമോ ഗുണത്തിലേക്ക് വലിച്ചിരിക്കുന്ന ഒരു കാര്യം വേദം ഒരിക്കലും ചെയ്യില്ല അല്ലേ. ഇനി മീമാംസകന്മാരെ വേദവാക്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. ഏവം വ്യവസിതം കേചിത് അവിജ്ഞായ കുബുദ്ധികളെ ഫലശ്രുതിം കുസുമിതാം നവേദജ്ഞാവദന്തിഹി. അതും കൂടി നമുക്ക് ചെയ്തിട്ട് നിർത്താട്ടോ. 26. അതെ, കുബുദ്ധയ അറിവില്ലാത്ത കേജിത് ആൾക്കാർ ഈ മീമാംസകന്മാർ. ഏവം വ്യവസായം ഇങ്ങനെ വേദത്തിൻ്റെ അഭിപ്രായത്തിന് അവിജ്ഞായ അറിയാതെ കുസുമിതാം അതായത് സ്വർഗാദികളെ പ്രശംസിക്കുന്നത് കൊണ്ട് ഫലശ്രുതി പരമഫലശ്രുതി എന്ന് പറയുന്നു. അവർ പറയണ സ്വർഗമാണ് പരമമായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞു ഇതൊന്നും ശരിക്കും വേദത്തിൻ്റെ പൊരുൾ അറിയാത്തവർ ഈ തമസ്സിൽ കിടക്കണവരോട് പറയാണ് ഇത് ചെയ്തോളൂ സ്വർഗം കിട്ടും, സ്വർഗമാണ് പരമമായിട്ടുള്ള സ്ഥാനം എന്ന് പറഞ്ഞു കൊടുക്കുക.
വേദജ്ഞാഹ നഹി, വേദത്തിൻ്റെ സാരം അറിഞ്ഞവർ ഒരിക്കലും അങ്ങനെ പറയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലാതെ വല്ലവരും പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാണ്ട് തന്നെയാണ്. സ്വർഗം ഒരിക്കലും പിന്നെ നമുക്ക് നിത്യസുഖം തരില്ലേ അല്ലേ? അപ്പോൾ ഈ വേദാന്ത സിദ്ധാന്തത്തിനെ അറിയാത്ത ചില ആൾക്കാർ ഈ ഫലശ്രുതിയെ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ഫലമായിട്ട് പറയണു. വേദതത്വം ശരിക്കറിഞ്ഞ വേദജ്ഞാനികൾ ഒരിക്കലും അങ്ങനെ പറയുകയില്ല എന്നാണ് അപ്പോൾ ഇതിൽ 26 പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേദങ്ങൾ നമ്മളെ പിന്നെ ഇങ്ങനെ സകാമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഫലം കിട്ടാൻ ഒരിക്കലും ഉപദേശിക്കില്ല. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ വെച്ചാൽ തമോ ഗുണത്തിലിരുന്ന് ഒന്നും ചെയ്യാതെ ഇരിക്കണവരെ അറ്റ്ലീസ്റ്റ് കുറേ കർമ്മം ചെയ്യിപ്പിക്കുക. എന്നിട്ട് അവർക്ക് കുറച്ച് ദിവസം അത് ചെയ്യുമ്പോൾ കർമ്മം കൊണ്ട് കിട്ടുന്ന ഫലങ്ങളൊന്നും ശാശ്വതമല്ലാന്ന് മനസ്സിലായിട്ട് അവർ ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്ത് പതുക്കെ അവർ രജോ ഗുണവും കുറഞ്ഞ് സത്വഗുണപ്രധാനികളായി, പിന്നെ അവസാനം സത്വഗുണപ്രധാനികളായതിന് ശേഷം സത്വഗുണവും കളഞ്ഞ് മോക്ഷത്തിലേക്ക് വരും എന്ന് വിചാരിച്ചിട്ടാണ് വേദം ചെയ്യണത്. ശ്രേയസ്കരായിട്ടുള്ളതും സ്വർഗിച്ചിട്ടല്ലാന്ന്. അപ്പോൾ നമുക്കിവിടെ ഇനി അവരെത്ര ഇങ്ങനെയുള്ള മന്ദബുദ്ധികളോ അല്ലെങ്കിൽ കുബുദ്ധികളോ ആ കുബുദ്ധിത്വത്തെ ആണെങ്കിൽ കുറേ ശ്ലോകങ്ങളിൽ പറയണത്. അപ്പം അങ്ങനെ പറയണവർ അങ്ങനെ ഉള്ളവർ പറയണമെന്ന് നമ്മൾ കേൾക്കുവരുതെന്നും കൂടി അർത്ഥമുണ്ട് അതിന് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം നിർത്താം. ഇന്ന് 26 കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.